ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഓസ്ട്രേലിയയും പാകിസ്ഥാനും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ പാകിസ്ഥാൻ ഓസ്ട്രേലിയയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. MCGയിൽ, അതായത് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ പാകിസ്ഥാനെ കഷ്ടിച്ചാണ് പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ അന്ന് 203 റൺസ് നേടുകയും ഓസ്ട്രേലിയ അവസാനം പാറ്റ് കമ്മിൻസ് അവരുടെ ക്യാപ്റ്റനാണ്, അദ്ദേഹത്തിന്റെ ഒരു നല്ല ബാറ്റിംഗ് പ്രകടനത്തിലൂടെയാണ് പാകിസ്ഥാനെ കഷ്ടിച്ച് മറികടന്നത്. എന്നാൽ അതിനെല്ലാമുള്ള ഒരു പകരം ഇന്ന് പാകിസ്ഥാൻ വീട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ മത്സരം നടന്നത് അഡ്ലെയ്ഡ് ഓവലാണ്. കഴിഞ്ഞ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അഡ്ലെയ്ഡ് ഓവലിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ മോയ്സ്ചർ കണ്ടന്റ് പിച്ചിൽ ഉള്ളത് കൊണ്ട് തന്നെ ടോസ് ജയിക്കുന്ന ടീം ബൗൾ ചെയ്യാനായിട്ടായിരിക്കും തീരുമാനിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ടോസ് ജയിച്ച മുഹമ്മദ് റിസ്വാന് ബോളിംഗ് തെരഞ്ഞെടുക്കാനായിട്ട് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഉടനെ തന്നെ ബോളിംഗ് തെരഞ്ഞെടുക്കുകയും അവരുടെ ഫാസ്റ്റ് ബോളർമാരായിട്ടുള്ള ഷഹീൻ ഷാ അഫ്രീദിയും നസീം ഷായും ഹാരിസ് റൌഫും ഓസ്ട്രേലിയൻ ബാറ്റർമാരെ വരിഞ്ഞു മുറുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയിൽ ഫ്രേസർ മെക്ഗുർഗും അതുപോലെ തന്നെ മാറ്റ് ഷോട്ടും ഇവർ രണ്ടുപേരും ഒരു ചെറിയ തുടക്കം അവർക്ക് നൽകിയെങ്കിലും നല്ല കുറെ ഷോട്ടുകൾ കളിക്കാനായിട്ട് ജെയ്ക്ക് ഫ്രേസർ മെക്ഗുർഗിന് കഴിയുന്നുണ്ടായിരുന്നു. നസീം ഷായിനെ ഒരു ഓവറിൽ 3 ബൗണ്ടറികൾ അദ്ദേഹം നേടുകയും ചെയ്തു. പക്ഷേ ഷഹീൻ ഷാ അഫ്രീദിയുടെ ഒരു മികച്ച ബൗളിംഗിൽ അദ്ദേഹം LBWയിൽ കുടുങ്ങി. പിന്നെ വളരെ മനോഹരമായ ഒരു ക്യാച്ചിലൂടെ മാറ്റ് ഷോട്ടിനെ ബാബർ ആസാം പുറത്താക്കുകയും ചെയ്തു. പിന്നീട് വന്ന ബാറ്റർമാരിൽ സ്റ്റീവൻ സ്മിത്തിനെ ഒഴിച്ച് ആർക്കും തന്നെ ഈ ഒരു പിച്ചിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഓസ്ട്രേലിയൻ വിക്കറ്റുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ പിച്ചുകൾ എന്ന് പറയുന്ന ഒരു റോക്ക് സോളിഡ് ആയിട്ടുള്ള വിക്കറ്റുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള പിച്ചുകളാണ്. അപ്പോൾ ഈ ഹാർഡ് ലെങ്ത്, അതായത് നമ്മൾ ഈ ഷോർട്ട് ബോൾ എറിയുന്ന ഒരു ലെങ്ത്തിനും ഈ ഗുഡ് ലെങ്ത്തിനും ഇടയിലുള്ള ഒരു ലെങ്ത്തിനാണ് ഹാർഡ് ലെങ്ത് എന്ന് പറയുന്നത്. ആ ഹാർഡ് ലെങ്ത്തിൽ ബോൾ ചെയ്യുകയാണെങ്കിൽ കളിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് തന്നെയായിരുന്നു ഇന്ന് ഹാരിസ് റൌഫിന്റെ ഒരു ബൗളിംഗ് പ്രകടനം എന്ന് പറയുന്നത്. വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം ബൗൾ ചെയ്തത്. 5 വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. 3 വിക്കറ്റ് നേടി ഷഹീൻ ഷാ അഫ്രീദി അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നസീം ഷാ കുറച്ച് റൺസ് ഒക്കെ വിട്ടുകൊടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ ബോളിംഗും നല്ലതായിരുന്നു. മറ്റൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് ഹസ്നൈൻ എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ബോളറാണ്. 4 ഫാസ്റ്റ് ബോളർമാരെ വെച്ചിട്ടാണ് പാകിസ്ഥാൻ ഈ മത്സരത്തിന് ഇറങ്ങിയത്. അവർ ടീമിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുത്തിയില്ല. ആദ്യ മത്സരത്തിലുണ്ടായിരുന്ന അതേ ടീമിനെ വെച്ച് തന്നെയാണ് കളിച്ചത്. ഈ 4 ഫാസ്റ്റ് ബോളർമാരല്ലാതെ അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ പാകിസ്ഥാൻ ഉൾപ്പെടുത്തിയിരുന്നില്ല. അത് സൽമാൻ അലി ആഗ എന്ന് പറയുന്ന ഓഫ് സ്പിന്നർ, അദ്ദേഹം ഒരു ഓൾറൗണ്ടറാണ്, മെയിൻലി ഒരു ബാറ്ററാണ്. പിന്നെ അവരുടെ ഓപ്പണിംഗ് ബാറ്ററായിട്ടുള്ള സെയിം അയ്യൂബ്, ഈ 2 പേരെ വെച്ചിട്ട് ആ 10 ഓവർ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള ഐഡിയയിലായിരിക്കണം പാകിസ്ഥാൻ ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ ആ ഒരു ലെവലിലേക്കൊന്നും പോയില്ല. അതിന് മുമ്പ് തന്നെ ഈ 4 ബൗളർമാരും സെയിം അയ്യൂബ് എനിക്ക് തോന്നുന്നു കുറച്ച് ഓവറുകൾ 2-3 ഓവറുകൾ മാത്രമാണ് ബൗൾ ചെയ്തത്. പാകിസ്ഥാന്റെ ഈ മികച്ച ബൗളിംഗ് പ്രകടനത്തിന് മുന്നിൽ വെറും 163 റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആവുകയും ചെയ്തു. ഈ പാകിസ്ഥാന്റെ ബൗളിംഗ് പ്രകടനത്തിലേക്ക് വരുമ്പോൾ ഈ ബൗളിംഗ് പ്രകടനത്തിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള മുഹമ്മദ് റിസ്വാന്റെ 6 ക്യാച്ചുകളാണ്. അദ്ദേഹം വേൾഡ് റെക്കോർഡിന് ഒപ്പം എത്തിയിരിക്കുകയാണ്. അതായത് ഒരു ഏകദിന മത്സരത്തിൽ 6 ഡിസ്മിസലുകൾ, അതും 6 ക്യാച്ച് കോട്ട് ബിഹൈൻഡ് 6 ക്യാച്ചുകൾ നേടുന്ന കുറെ താരങ്ങളുണ്ട്. അതിലൊരു താരമായിട്ട് മുഹമ്മദ് റിസ്വാൻ മാറിയിരിക്കുകയാണ്. അദ്ദേഹം അതിന്റെ ഇടയിൽ ഒരു ഈസി ക്യാച്ച്, ഒരു ലോലിപോപ്പ് പോലത്തെ ഒരു ക്യാച്ച് അദ്ദേഹം വിട്ടുകളഞ്ഞില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ 7 ക്യാച്ചുകൾ നേടാനായിട്ട് ഒരു വേൾഡ് റെക്കോർഡിന് ഉടമയാവാനായിട്ട് മുഹമ്മദ് റിസ്വാന് സാധിച്ചേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ചു ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ആവട്ടെ ഈ 163 റൺസ് എന്ന് പറയുന്നത് 27ാമത്തെ ഓവറിൽ മറികടന്നു എന്നുള്ളതാണ്. അതായത് 163 റൺസ് എന്ന് പറയുന്നത് വളരെ സ്ലോലി കളിക്കാനൊന്നുമല്ല പാകിസ്ഥാൻ ശ്രമിച്ചത്. പാകിസ്ഥാൻ നിരയിലെ ഏറ്റവും അടുത്ത ഒരു ഫ്യൂച്ചർ താരങ്ങൾ എന്ന് പറയാവുന്ന 2 താരങ്ങളാണ് അവരുടെ ഓപ്പണിംഗ് ബാറ്റർമാരായിട്ടുള്ളത്. ഒന്ന് സെയിം അയ്യൂബ്, ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു ലെഗ് സ്പിൻ ബൗളർ കൂടിയാണ്. പിന്നെ മറ്റൊരാൾ എന്ന് പറയുന്നത് അബ്ദുള്ള ഷഫീഖാണ്. അബ്ദുള്ള ഷഫീഖ് ഈ കഴിഞ്ഞ ഇംഗ്ലണ്ടുമായിട്ടുള്ള ടെസ്റ്റ് പരമ്പരയിലെല്ലാം നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ്. അദ്ദേഹവും ഈ സെയിം അയ്യൂബും, ഈ 2 പേരും തന്നെ പാകിസ്ഥാന്റെ ഫ്യൂച്ചർ താരങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സെയിം അയ്യൂബിന്റെ ഒരു മികച്ച ബാറ്റിംഗ്, 82 റൺസ് നേടി ആദം സാംബയുടെ ബൗളിംഗിലാണ് അദ്ദേഹം പുറത്തായത്. അബ്ദുള്ള ഷഫീഖും ബാബർ ആസാമും ചേർന്ന് മത്സരം പൂർത്തിയാക്കുകയും ചെയ്തു. അബ്ദുള്ള ഷഫീഖ് 64 റൺസ് നേടി പുറത്താവാതെ നിൽക്കുകയും ചെയ്തു. 82 റൺസ് നേടിയ സെയിം അയ്യൂബിന്റെ ഇന്നിംഗ്സിൽ 6 സിക്സറുകളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 64 റൺസ് നേടിയ അബ്ദുള്ള ഷഫീഖിന്റെ ബാറ്റിംഗിൽ അദ്ദേഹം 3 സിക്സറുകളും നേടി. ബാബർ ആസാം 1 സിക്സ് നേടിയപ്പോൾ ടോട്ടൽ 10 സിക്സറുകൾ നേടാനായിട്ട് പാകിസ്ഥാന് കഴിഞ്ഞു. ഒരു അറ്റാക്കിംഗ് ബാറ്റിംഗ് പ്രകടനമായിരുന്നു പാകിസ്ഥാന്റേത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 163 എന്ന് പറയുന്ന ഒരു ചെറിയ സ്കോറാണ്. പക്ഷേ അത് വളരെ തട്ടി കളിക്കാനൊന്നും അല്ല അവർ നോക്കിയത്. അതുകൊണ്ട് തന്നെ 27ാമത്തെ ഓവറിൽ അത് മറികടക്കാനായിട്ട് പാകിസ്ഥാന് സാധിക്കുകയും ചെയ്തു. ഇനി ഒരു മത്സരം മാത്രമാണ് ഈ പരമ്പരയിൽ ബാക്കിയുള്ളത്.
അത് പെർത്തിലെ ഓപ്റ്റസ് സ്റ്റേഡിയം എന്ന് പറയുന്ന സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. അത് ഈ ഞായറാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. അതൊരു ഡിസൈഡിങ് മാച്ച് ആയിട്ട് മാറിയിരിക്കുകയാണ്, ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ 1-1 നിലയിലാണ് ഈ മത്സരം നിൽക്കുന്നത്. ഏതായാലും പാകിസ്ഥാന്റെ ഒരു ഇന്റർനാഷണൽ ടീമിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, അവരുടെ നാട്ടിൽ പോലും പല ഈ ടെസ്റ്റ് പരമ്പരകളും തോറ്റു വളരെ മോശം കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അവരുടെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഒരു മാറ്റം വരുത്താനായിട്ട് തീരുമാനിക്കുകയും അവർ പുതിയതായിട്ട് കുറെ സെലക്ടർമാരെ കൊണ്ടുവരികയും ചെയ്തു. ഞാൻ പലപ്പോഴും പറയാറുള്ള അക്യൂബ് ജാവേദിനെയും അസർ അലീനെയൊക്കെ പോലെയുള്ള പല അലിംദാർ എന്ന് പറയുന്ന അമ്പയറിനെയൊക്കെ പോലെയുള്ള പല സെലക്ടർമാരെ അവരുടെ ടീമിലേക്ക് കൊണ്ടുവരികയും അവരുടെ സെലക്ടർമാരായിട്ട് നിയമിക്കുകയും ചെയ്തു. അവരുടെ എല്ലാവരുടെയും ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റിൽ ബാബർ ആസാമിനെയും ഷൈൻ ഷാഫ്രീദിനെയൊക്കെ പാകിസ്ഥാൻ ടീമിൽ നിന്ന് ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ മാറ്റി നിർത്തുകയും അതിന് പകരമായി നല്ല കുറെ സ്പിന്നർമാരെയൊക്കെ കൊണ്ടുവരികയും ചെയ്തപ്പോൾ പാകിസ്ഥാൻ 2-1 ഇംഗ്ലണ്ടിനെ അവരുടെ നാട്ടിൽ പരാജയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസുമായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജിൽ കാണുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജയിക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റായി മാറുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ആവർത്തിച്ച് പറഞ്ഞത്. ഏതായാലും നമുക്ക് പാകിസ്ഥാന്റെ അടുത്ത മത്സരം ഓസ്ട്രേലിയയുമായിട്ട് ഈ സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞു. ആ മത്സരത്തിൽ ആര് ജയിക്കുന്നോ അവർക്ക് ഈ ഏകദിന പരമ്പര സ്വന്തമാക്കുവാനും സാധിക്കുകയും ചെയ്യും. ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.